അറിയാ കൂടെ നിൽക്കുമ്പോ ചക്കരയുടെന്ന് പറഞ്ഞാലേ കൂടെ നിൽക്കുന്നവര് ഒരുപാട് പേര് പോയിട്ടുണ്ട്. അവരെ പിന്നാലെ ഞാൻ പോയില്ലല്ലേ. കൂടെ നിൽക്കുന്നവരുടെ അടുത്ത് കൂടെ നിൽക്കണം. കൂടെ നിൽക്കാതെ മരണ്ടും ചാടി പല വഴിക്ക് ഇങ്ങനെ പോയിട്ട് അത് കാണിക്കുന്നുണ്ട് എനിക്ക് ഇച്ചിരി പ്രശ്നമാണ്. അത്രയുള്ളൂ, വേറൊന്നുമില്ല. ഈ പുതിയ പുതിയ ആൾക്കാരെ കാണുമ്പോഴത്തേക്കുള്ള ചാടിപ്പോക്കുണ്ടല്ലേ. കൂടെ നിൽക്കുന്ന ഒരു ചാടി പോയി കഴിഞ്ഞാൽ അവര് കൂടെ നിൽക്കുമ്പോൾ ചക്കരയുടെയും ചാടി പോകുമ്പോൾ വേറെന്നുള്ളത് ഒരിക്കലും ഇല്ല. എന്റെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്, ഒരുപാട് പേര് പോയിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ഇന്നേരെ അൺഫോളോ ചെയ്തിട്ടില്ല, അവരെ വായിക്കാതെ വഴക്കിന് പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. പക്ഷെ നിന്നോട് മാത്രം എന്തെങ്കിലും കാണിക്കുന്നേ? അതെന്താ ചിന്തിക്കാത്തത്? അയ്യേ, എനിക്കൊരു ബെനിഫിറ്റും വേണ്ട. എന്ത് ബെനിഫിറ്റ്? ഞാൻ പറയാ ബെനിഫിറ്റ് ഞാൻ തിരിച്ചിരുന്ന് പറഞ്ഞിട്ടാണ്. ഇത്ര പ്രാവശ്യം പറഞ്ഞു അത് ഞാൻ തിരിച്ചിരുന്ന് പറഞ്ഞിട്ടാണ്. പിന്നെന്ത് ബെനിഫിറ്റിനെ കുറിച്ച് അത് തുടക്കത്തിൽ എന്നോട് ഞാൻ പറഞ്ഞ കാര്യം. നീ സെക്സിന് നിന്നിട്ട് അതിനെ ബാർഗെയിൻ ചെയ്ത് സെക്സിനും കാശിനാന്നുള്ളത് അത് ബാർഗെയിൻ ചെയ്ത് അത് രണ്ടും കുറേശ്ശെയൊക്കെ മാറ്റിയെടുക്കും. ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം, നിനക്കെന്താ പ്രശ്നം? സത്യത്തില് ഇവ കൂടെ നിന്നിട്ട് ഈ ഡ്രാമ കളിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് ഇഷ്ടമുള്ള മട്ടികളിലേക്ക് വന്നിട്ട് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഫോട്ടോസൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിന് കുറെ കള്ളത്തരം പറയുന്നുണ്ട്. ആ ഫോട്ടോസ് ഇന്ന ആളാണ് ഇന്ന ആള്. നിനക്കെന്താ സ്ട്രൈറ്റ് സംസാരിക്കാൻ അറിയില്ല? അതൊക്കെ പറയാൻ എന്താ കാര്യം എന്നുള്ളത്. കൂടെ നിന്നാൽ എന്ന് ഉദ്ദേശിച്ച് എന്താ ഉദ്ദേശിച്ചത്? അപ്പൊ നിന്റെ കെട്ടിയുടെ കൂടെ നിന്നില്ലെങ്കിൽ നിന്റെ കെട്ടിയതൊന്നും പറയാൻ പാടില്ലേ? നിന്റെ കെട്ടിയുടെ കൂടെ എന്നാലേ കെട്ടിയ നാട്ടിലെന്നേ പറയത്തുള്ളൂ. കെട്ടിനെ കളഞ്ഞ് വെക്കാൻ വേറെ പറയും. അതേപോലെ നീ എന്റെ കൂടെ വന്നത്. അപ്പൊ എന്നെ കളഞ്ഞ് വേറെ വിളിക്കാൻ മോശമായിട്ടേ പറയത്തുള്ളൂ. സ്വാഭാവികം. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. നീ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പൊക്കൊണ്ടിരുന്ന പിന്നെ എന്നെ മോശമല്ലാതെ നല്ല വല്ലതും പറയൂ. അല്ല ഞാനിങ്ങനെ പോകത്തുണ്ട് എന്നെ കുറിച്ച് മോശം പറയാതിരിക്കാൻ എത്ര പെണ്ണുകൾ തോന്നുന്നുണ്ട്? ഇല്ലല്ലോ. അതിന് നിന്റെ കൂടെ സഹിക്കുന്ന എത്ര പേരുണ്ട് അങ്ങനെ? നിന്റെ കൂടെ സഹിക്കുന്ന എത്ര പേരുണ്ട് അങ്ങനെ? ഇതേപോലെ വേറെ മാറി തിരിഞ്ഞോ അല്ലെങ്കിൽ ഒരാടുന്ന ഒരാളത്തോട്ടോ അല്ലെങ്കിൽ അടുത്താടുന്ന ഒരാളത്തോട്ടോ അങ്ങനെ പോലെ എന്റെ ഈ ഫോട്ടോ ഇട്ടപ്പോഴും ഞാൻ ചോദിച്ചു അതെന്താ ചോദിച്ചപ്പോ നീ പറയും കള്ളം പറയും. നീ കള്ളം പറയാൻ ഇഷ്ടമല്ല. കള്ളം പറയുകയാണെങ്കിൽ പിന്നെ എന്റെ മൈൻഡ് മാറും. ഞാൻ വേറെ രീതിക്ക് ഇരിക്കത്തുള്ളൂ. ഇനിയോ കുഴപ്പമൊന്നുമില്ല, ഞാൻ വീട്ടിൽ വെച്ചില്ല, കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. ഞാൻ പറയാം ചെയ്യാം, ഞാൻ ഫോളോ ആക്കും പറയാം. നിന്റെ പെട്ട കളിയൊന്നും എന്നോട് കളിക്കാൻ നിൽക്കണ്ട. അറിയാ നീ മനസ്സിലാക്കാത്തൊരു കാര്യമില്ല. അത് നിന്റെ മൈൻഡ് അനുസരിച്ച് നിനക്ക് തോന്നി അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. എനിക്കിപ്പോഴങ്ങുള്ള വിരോധമല്ല. നീ കാണിക്കുന്ന തെറ്റിനെ വെറുതെ ഞാൻ പ്രതികരിക്കുന്നേ ഉള്ളൂ. അല്ലാതെ നിന്നെ കൊണ്ടു എനിക്കത് വേറെ കാണിക്കണോ അല്ലെങ്കിൽ നിന്റെ പണിയിടണോ എനിക്ക് എനിക്കില്ല. പക്ഷെ നീ കാണിക്കുന്നത് ശരിയല്ല. നീ മനസ്സിലാക്കുക. വേറെ അറിയാ നീ മനസ്സിലാക്കാത്തൊരു കാര്യം. അല്ല നീ താല്പര്യം എന്ന് പറയുന്നതിന് മുന്നേ അങ്ങനെയൊക്കെ തന്നെ പറയാം. താല്പര്യം കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങനെ മാറി മാറി വരുന്ന സാഹചര്യത്തിൽ വരുന്ന ആൾക്കാരെ ഇങ്ങനെ കൂടെ കൂട്ടിയിട്ട് പഴയ ആൾക്കാരുടെ യുദ്ധം ചെയ്യുന്നു, ഡെലിവറി ചെയ്യുന്നത്. അത് കണ്ടിന്യൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ പോട്ട് കണ്ടിന്യൂ ചെയ്ത് പോട്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിന്നോടൊന്നും ഒരു വിരോധമില്ല. എനിക്ക് നിന്നോട് വിരോധത്തോട് ചിന്തിക്കാൻ കാര്യം. പക്ഷെ നിന്റെ ആ ഒരു മൈൻഡ് ഉണ്ട്, ആ മൈൻഡിനോടാണ് എനിക്ക് താല്പര്യം. നീ കാണിക്കുന്നവരെ പണിയത് 3 ദിവസം മുന്നേ നിനക്ക് ഈ അടുപ്പിച്ചടുപ്പിച്ച് ഡേറ്റ് അല്ലെങ്കിൽ തൊട്ട് ടൈം അനുസരിച്ച് നിനക്ക് മൈൻഡ് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തൊരു മൈൻഡ്. അത് 16 പറയാനൊക്കെ ആത്മാർത്ഥല്ലേ വിട്ടേരെന്നാണ് ആശയം പറയാനൊക്കെ. ആശയം പറഞ്ഞത് ആത്മാർത്ഥമുള്ള പിള്ളേർ ഇങ്ങനെ കാണിക്കത്തില്ല. അത് കൂടെ നിൽക്കും. എന്നോട് പറയാൻ വർത്താനങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയും. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും മാറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശയ്ക്ക് അറിയത്തില്ല. സംസാരിച്ചപ്പോ നീ പറയുന്ന അന്ന് പറയാൻ വർത്താനം, ആശയ്ക്ക് വേറെ വർത്താനം, എന്നോട് പറയാൻ വേറെ വർത്താനം. നീ സഹിച്ച് നിൽക്കുന്ന വേറെ. നീ ഗൾഫിന്റെ കിടക്കുന്നത്, ഇപ്പൊ ഗൾഫിന്റെ കിടക്കുന്നത്, നീ നാട്ടോട്ടോ. നിനക്കൊരു റിലേഷൻ താല്പര്യമില്ല എന്നുള്ള എല്ലാം അറിയാം. നിന്റെ മനസ്സ് വേറെ മൈൻഡാണ്. കാരണം നിന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒരുപാട് തെറ്റ് പറ്റിപ്പോയി. നീ കാണിച്ചതിന്റെ വ്യത്യാസം ഒന്നാമത്തെ കാര്യം നിനക്ക് സംസാരിക്കാറിയില്ല. അങ്ങനെയൊക്കെ എന്ത് സംസാരിക്കണം അല്ലെങ്കിൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ പെരുമാറണം. നീ പറയാൻ നിനക്ക് പ്രായമുണ്ട്, വയസ്സുണ്ട്, എല്ലാം മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്.
ഇത്രയും പ്രായം ബുദ്ധിയുള്ളൊരു പെണ്ണാണ് നീ കാണിച്ച പണികളൊക്കെ ഇതൊക്കെ. നിന്റെ പ്രായത്തിൽ എത്രയോ പെണ്ണുങ്ങൾ ഈ എസമനകത്തുണ്ട്. സ്റ്റാർമേക്കർ നിന്റെ പ്രായത്തിൽ എത്രയോ പെൺപിള്ളേരുണ്ട്. അവരൊക്കെ എങ്ങനെയാണോ നിൽക്കുന്നത്? നിങ്ങളുടെ പ്രശ്നങ്ങളോട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ഒരു കേസെത്തി ഇങ്ങനെ മാറി മാറി ചാടി പോവുകയാണ് ചെയ്യുന്നത്. എസമിന്റെ എത്ര പെണ്ണുണ്ട്? അപ്പം നിന്റെ പിന്നാലെ കൂടാൻ ആളുകളുണ്ട്. ഇപ്പൊ നിനക്ക് തോന്നുന്നു ആ ബെസ്റ്റ് ചോയ്സ് ഓക്കെ, അങ്ങനെ പോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്റെ കാര്യത്തിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നി. നീ തോന്നിയാൽ നിന്റെ ഓരോ പെരുമാറ്റത്തിലും നിന്റെ സംസാരത്തിന് തോന്നി, അല്ലാതെ വേറൊന്നുമില്ല. ഇങ്ങനെ ഏരിയ വേണ്ടില്ല. നിന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും നിന്റെ DP ചേഞ്ചിങ്, സംസാര വിഷയങ്ങൾ, മെസ്സേജിന്റെ ഓരോരോ കാര്യങ്ങളിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളെ പറയാം, അല്ലാതെ പ്രത്യേകിച്ച് വേറെ തോന്നി പറയാനില്ല. എനിക്കെല്ലാം കണക്കൂട്ടാൻ പറ്റും. ആരും നിന്റെ ഫോളോ, ആരെന്താണ്, ആരുടെ മെസ്സേജ്, എന്ത് മെസ്സേജ്, ഒരു മെസ്സേജ് എന്ത് റിപ്ലൈ തരാനുള്ള ടൈം എടുക്കും, ഇതൊക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ട് കണക്കൂട്ടാൻ പറ്റും. ഇത് നീ ഐഡി ബ്ലോക്ക് ചെയ്താലോ എന്ത് ചെയ്താലോ എനിക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരൊറ്റ കാര്യം പറഞ്ഞില്ല, നീ കിടന്ന് എത്രയും കളിക്കപ്പുറത്തേക്കും കളിക്കത്തുള്ളൂ, അത് ഉറപ്പാക്കും. കാരണം ഇന്നത്തെ ഒരു പരിപാടിക്കകത്ത് എനിക്ക് മനസ്സിലായി കാണിക്കുന്ന പണി എന്താണെന്നുള്ളത്. അപ്പൊ ശരി, ഓക്കെ. എന്റെ ഫാമിലിയിൽ നിന്നെ പോലെ മെമ്പേഴ്സ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ, നിന്റെ പ്രായമായ പിള്ളേരുണ്ടല്ലേ, എന്താ ആരും ഇങ്ങനെ കാണിക്കാത്തത്? എന്റെ ഫാമിലിക്കകത്ത് ഒരുപാട് മെമ്പേഴ്സ്, എത്രനകത്ത് ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അവർക്കകത്തൊന്നും ഇങ്ങനെ പ്രശ്നം ഇല്ലാത്തതായി ചോദിക്കും. എനിക്ക് മാത്രം ഇത്ര പ്രശ്നങ്ങളുണ്ട്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായി ചോദിക്കും. അപ്പൊ നിന്റെ വ്യത്യാസം, ഈ വ്യത്യാസം ഓരോന്ന് കാണിക്കും, ഓരോരോ കാര്യം ചെന്ന് ചാടും. ഇത് കൺട്രോൾ ചെയ്തതിന് ഇഷ്ടമല്ല, ഫ്രീഡം വേണം, അത് വേണം, ഇത് വേണം, ഫ്രീഡം, ഇതൊക്കെ കുഴപ്പമില്ല. പക്ഷെ കൂടെ വയ്ക്കുന്നവരെ ഒരുമാതിരി എന്താ പറയുന്നത്, മോശമായിട്ടുള്ള രീതിയിൽ കണ്ടിട്ടും ആ രീതി സംസാരിക്കാനും പെരുമാറാനും. കാരണം നിനക്കൊന്നും അത് മിനിറ്റ് ഇടപെട്ട് നിന്റെ മൈൻഡ് മാറും. അത് ആദ്യം കുറയ്ക്കുന്നു. റിലേഷൻ താല്പര്യമോ ആർക്ക്? റിലേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ ശീലിപ്പിക്കാതെ. അങ്ങനെ തോന്നണമെങ്കിൽ നീ നേരെയാണെന്ന് എനിക്ക് മിനിമം തോന്നട്ടെ, ഒരു വിശ്വാസത്തിൽ തോന്നട്ടെ. റിലേഷന് താല്പര്യം തോന്നണമെങ്കിൽ കൂടെ നിൽക്കുന്നുണ്ട് ചിന്തയിൽ വേണ്ടേ? നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളാണ്, അതായത് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ കുഴപ്പമില്ല, അതിനു മുന്നേ പണ്ട് ഈ പരിചയപ്പെട്ട കാലം മുതലേ ഉള്ള കാര്യം. നീ ഇങ്ങനെ കാര്യം ഈ ചട്ടക്കാരിയുടെ സിനിമ എന്നോട് പറയുന്നത്. പിന്നെ കുറെയൊക്കെ വിശ്വസിച്ച് സഹകരിച്ചിട്ടുണ്ട് ഞാനത്. പക്ഷെ തിരിച്ചങ്ങനല്ല കിട്ടുന്നത്, തിരിച്ചങ്ങനല്ലേ കിട്ടിയിട്ടുള്ളത്. തിരിച്ച് കിട്ടാതെ വരുമ്പോഴാണ് പ്രതികരിക്കുന്നത്. നീ നിന്റെ ഭാഗം മാത്രം ചിന്തിക്കും, നീ ഓരോന്നും ചിന്തിക്കും, ഓരോന്ന് സംസാരിക്കും, ഓരോന്ന് കാണിക്കും. ഇപ്പൊ കാണിക്കുന്നില്ലേ? അതൊക്കെ നിന്റെ ഒരു വിജയത്തിൽ നീ വർത്താനത്തിലോ പ്രവർത്തിയിലോ ഒക്കെ ജയിക്കാൻ വേണ്ടി നീ കൂടെ കൂട്ടുന്ന ആൾക്കാരെ അതേ മുന്നേ കൂടെ കൂട്ടിയില്ലേ? നിതിനെ കൂട്ടിയില്ലേ? അതേ മുന്നേ എന്നെ കൂട്ടിയില്ലേ? അതിനു മുന്നേ അജയ് കൂട്ടിയില്ലേ? അജയ്ക്ക് ഫാമിലിക്ക് പെരുന്ന മുന്നേ ആരെയും കൂട്ടിയില്ലേ? അപ്പൊ നീ എന്തോ ഒരു ഫിക്സഡ് അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഡീപ്പായിട്ട് എന്നോട് പെരുമാറുന്നത്. ആ ഡീപ്പായിട്ടുള്ള പെരുമാറ്റമാണ് എന്നെ ഇങ്ങനെ കുടുക്കി പോയത്. പക്ഷെ അതിന്റെ ഉള്ളിലുണ്ട്, പക്ഷെ നിന്റെ പെരുമാറ്റത്തില് സംസാരത്തിലും അതില്ല. നിന്റെ പെരുമാറ്റത്തില് സംസാരത്തില്ല. 3-4 ദിവസം മുന്നേ സംസാരിച്ചൊരു പോലല്ല നിനക്കുള്ളത്. കാരണം DP ചേഞ്ച്, അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്കിനകത്ത് കാണിക്കുന്ന വ്യത്യാസങ്ങള്, പറയുന്ന കള്ളത്തരങ്ങള്. പക്ഷെ ഇനിയാ DP ഇടും, വേറെ എനിക്ക് DP ഇടും. എന്താ സെക്കൻഡ് എനിക്ക് എന്റെ ഇതേയാണ് കിട്ടുകയാണെങ്കിൽ DP ഇടും. അതെന്റെ ഇഷ്ടമല്ലേ, ആരും ചോദിക്കാനും പറ്റത്തില്ല. പ്രിയ, ആദ്യം ഒന്ന് ഒതുങ്ങുക. മറ്റുള്ള ആളും വാശി കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ വരകിലൂടെ ജാട കാണിച്ചിട്ട് നീ ഹസീന ആവാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ നിന്റെ ഒരു ഗ്രേഷ്മ ഉണ്ടല്ലോ, ഹസീന അല്ലെ ഗ്രേഷ്മ എന്ന് ആക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആർക്കൊന്നും പുതിയ ആൾക്കാരെ കിട്ടും, പുതിയ ആൾക്കാരൊക്കെ കമ്മിറ്റ് ആവും, നിന്നെ അംഗീകരിക്കുന്നവരെ. നീ പറയുന്ന ചാട്ടവും ഇത് കണ്ടിട്ട് താഴെ നിൽക്കുന്ന ആൾക്കാരെ കിട്ടുമായിരിക്കും, അവരോട്ട് വീണ്ടും കൂടെ പോകും. അത് കളഞ്ഞിട്ട് ചിലപ്പോൾ അടുത്തടുത്ത് പോകും. ഇങ്ങനെ കണ്ടിന്യൂ മാറി മാറി പോകാനായിട്ടില്ല. അതിന് വേറെ പേര് പറയും. പക്ഷെ ഒരു കാര്യം പറയല്ലേ,
എന്റെ കൂടെ അങ്ങനെ ഉണ്ടല്ലേ, എന്നെ ശരിക്കും ഉണ്ടല്ലോ നല്ല കൺട്രോളിൽ നിർത്തി എന്റെ കൂടെ കൊണ്ട് നിർത്തി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പിന്നെ കെയറിങ് തന്നിട്ടുണ്ട്. അതെപ്പോഴും ഉണ്ടാവും, ഇനിയും ഉണ്ടാവും, അത് ഉറപ്പാണ്. ആ കാര്യത്തില് അതെപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇത് വൃത്തിയായിട്ട് കളിക്ക് നിൽക്കരുത്. എങ്ങനെയാണെന്നറിയോ, ഒരാളെ പരിചയപ്പെടുക, അവരെ കൂടെ കൊണ്ടുവരിക, അവരെ ഡിഗ്രിയിടുക, അവരുടെ ഒരു ബന്ധം എന്ന് പറയാം, പാർട്ട്ണർ അവർക്ക് ഇട്ട് കൊടുക്കുക, അതോട് പേരെടുക്കാണ് ചാലഞ്ചിങ്. ഒരുമാതിരി പേടിപ്പിക്കരുത്. അന്ന് എന്നോട് കാണിക്കാനൊക്കെയാണ്. ഇത് വേറെ കാര്യം, ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞ പുതിയ പുതിയ ആൾക്കാരെ ഉദ്ദേശിച്ചത് നീ റിലേഷൻഷിപ്പ് അല്ലേ ഉദ്ദേശിച്ചത്? നീ വേറെ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്ന റിലേഷൻഷിപ്പ് ഉദ്ദേശിച്ചല്ലേ ഞാൻ പറയുന്നത്. അത് തിരിതിരിക്കേണ്ട ഒരിക്കലും. പക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ നിലയിൽ നിൽക്കുന്ന ഒരാളെടുത്ത് പുതിയൊരു സുഹൃത്തിനെ കിട്ടുമ്പോഴത്തേക്ക് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർ മോശവും പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട ആള് നല്ലതാണെന്ന് ചിന്തയിൽ നീ ഒരുപാട് സംസാരിക്കും, പെരുമാറും ചെയ്യുന്നു. അതൊക്കെ നിന്റെ ലോകം കണ്ടെത്തലാണ്. കാരണം ആദ്യം ചിന്തിക്കേണ്ടത് എന്റെ കെട്ടിയനെയാണ്. എന്റെ കെട്ടിയവനായിട്ടുള്ള ലൈഫ് മോശമായിട്ടാണ് നീ എന്റെ അടുത്തോട്ട് വന്നത്. അല്ലെ എനിക്ക് മുന്നേ വേറെ പലയിടത്തും ചെന്നിട്ടായിരിക്കും, അത് കളഞ്ഞിട്ടായിരിക്കാം നീ എന്റെ അടുത്ത് വന്നത്. അത് ബേസിക്കായിട്ട് ഒരാളേ ഉണ്ട്, എന്റെ കെട്ടിയവന്റെ ലൈഫ്. കെട്ടിയവന്റെ ലൈഫിൽ നീ പരാജയമാണെന്ന് തോന്നിക്കഴിഞ്ഞാല് അതിന് മുന്നേ നിനക്കുണ്ടായ ഒരു അഫയർ, ആ അഫയറിന്റെ പരാജയമാണ് എന്റെ കെട്ടിയവന്റെ ലൈഫ് പോയത്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയാണ് നീ എന്റെ അടുത്ത് വന്നത്. അവിടെ നീ പിന്നെ ഒരുപാട് ഉടായ്പ കാണിക്കാൻ പുതിയ പുതിയ ആൾക്കാരെ കണ്ടു തുടങ്ങി. ബെറ്റർ, എന്നെക്കാളും ബെറ്റർ, അല്ലെങ്കിൽ കെട്ടിയനേക്കാളും ബെറ്റർ ഞാൻ, എന്നെക്കാളും ബെറ്റർ വേറെ ആള്. അങ്ങനെ നീ മാറി മാറി ഇങ്ങനെ പോകുന്നൊരു മൈൻഡിലേക്ക് നീ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിൽ കളിച്ച കുഴപ്പമൊന്നുമില്ല. അല്ല, നിനക്കിതിന്റെയൊക്കെ ആവശ്യം വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ഞാൻ നീയായിട്ട് മര്യാദയ്ക്ക് വെക്കൊണ്ടിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് വന്ന ആൾക്കാരെ നീ കണ്ട അതിനകത്ത് കണ്ടിന്യൂ പോകേണ്ട കാര്യമൊന്നുമില്ല. അത് കളഞ്ഞതിന്റെ കാര്യം നോക്കിയാ പറയുന്നത്. അതൊരു തോലെ വെച്ചത് അതിന്റെ പുറക്ക് നീ വേറെ വഴിക്ക് നീ പല സിറ്റുവേഷൻസ് നീ ഉണ്ടാക്കിയെടുത്ത് അതിന് തർക്കമാക്കിയപ്പോഴത്തേക്ക് വാശിക്ക് എന്ത് പറഞ്ഞ് പാർട്ട്ണർ, നീ ആർക്കാ പാർട്ട്ണർ കൊടുത്തതിന് കുഴപ്പമൊന്നുമില്ല. പാർട്ട്ണർ കൊടുക്കില്ല, നീ കൊടുക്കുന്ന പാർട്ട്ണർ ഞാൻ എടുക്കും. എസ്എമ്മില് നീ ഒരാളുടെ പാർട്ട്ണറെ എനിക്ക് കിട്ടാത്തുള്ളൂ. പാർട്ട്ണറിന്റെ ഐഡിയ എണ്ണം എടുക്കും. എസ്എമ്മില് ആർക്കായി പാർട്ട്ണർ കൊടുക്കാൻ? അത് അന്തസ്സല്ലത് പാർട്ട്ണർ കൊടുക്കും. ഈ മിനിറ്റ് ഇടപെട്ട് ഇങ്ങനെ പാർട്ട്ണർ മാറി മാറി ഓരോരുത്തരെ ഒപ്പിക്കുന്നതും അല്ലെങ്കിൽ റിലേഷൻഷിപ്പും ഇങ്ങനെ മാറി മാറി പലർക്കാട്ട് കൊടുക്കുന്ന അതൊരു പെണ്ണിനോ ആണിനോ പറ്റിയൊരു അന്തസ്സുള്ള പണിയൊന്നുമില്ല. അതിന് വേശി അല്ലെങ്കിൽ പെണ്ണുപിടി എന്നൊരൊറ്റ പേരെ അറിയത്തുള്ളൂ. ഒന്നീ വേശി പെണ്ണിനെ, ആണിനെ പറയുന്നത് പെണ്ണുപിടി. ഈ രണ്ടുപേരിലും നീയും അറിയരുത്, ഞാനും അറിയരുത്. എന്റെ ഒരു ആഗ്രഹം അതാണ്. കാരണം നിനക്കൊരു കുടുംബമുണ്ട് ചങ്ങനാശ്ശേരിയിൽ, എന്റെ കെട്ടിയനുണ്ട് സുഭാഷ്, 3 മക്കളുണ്ട്. അത് മറന്നുള്ള കളി കളിച്ചത് നീ എന്നോടാ കളിച്ചത്. ഇതിനോട് കളിച്ചവർ നീ ഒതുക്കിയാ കളിച്ചത്. അവിടുന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവന്നു. അതൊക്കെ എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. കാരണം അതും കഴിഞ്ഞ് താങ്ങിയത് ഞാൻ. പിന്നെ നീ എന്റെ കൂടെ വന്നിട്ട് നീ സിറ്റുവേഷൻ അനുസരിച്ച് മാറി മാറി വേറെ വഴിക്ക് സംസാരിക്കുന്നെങ്കിൽ ഇപ്പൊ പോയെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എനിക്ക് സജിയെ ഒരിക്കലും കുറ്റം പറയത്തില്ല. സജി എന്ന ക്യാരക്ടർ എനിക്ക് അറിയത്തില്ല, സജി എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ഓക്കെ, അത് നല്ലത് തന്നെ, അത് പറയണം. പക്ഷെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് കാണിക്കുന്നത്, ബെസ്റ്റ് ഫ്രണ്ട് നില കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിന് മുന്നേ ഒരാളുണ്ടെന്നുള്ള ചിന്തിക്കണമായിരുന്നു. അതിന് മുന്നേ ഒരാളുണ്ട്. അതിപ്പോ ആരായാലും ശരി, ഇപ്പൊ ഞാനല്ലെങ്കിൽ വേറെ ആളായി ശരി, എനിക്ക് റിലേഷൻഷിപ്പ് ഉള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ കീപ്പ് ചെയ്തിട്ട് വേണം ഒരു വ്യക്തിക്ക് കൊടുക്കാനുള്ള പ്രാധാന്യം. കാരണം നിന്റെ പിക്കിന്റെ ചേഞ്ച്, നിനക്ക് തോന്നണ പിക്കിട്ട് ചെയ്യും, വേറെ ആളെ ഫോട്ടോ എടുക്കല്, അല്ലെങ്കിൽ നിനക്ക് തോന്നുന്ന അങ്ങനെയുള്ള രീതിക്ക് പോക്ക്, നിലവിലുള്ള റിലേഷൻഷിപ്പ് ഉള്ള ഒരാളോട്ട് കളഞ്ഞിട്ട് വേറെ വ്യക്തിയെ പറയ്ക്കുക, അവരുടെ ഒരു ലൈഫിലേക്ക് നീ പോകുന്നു. അങ്ങനെയൊക്കെ പോകുമ്പോൾ ചിന്തിക്കണം, ഇവിടെ ഒരു അവോയ്ഡിങ് ഉണ്ടെന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ മാറി 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 സിറ്റുവേഷൻ അനുസരിച്ച് മാറി മാറി ഇങ്ങനെ ഓരോരുത്തരെ കണ്ടിന്യൂ പോകുന്നത് ആർക്കാ മനസ്സിലാക്കാൻ പറ്റത്? പിന്നെ നിന്റെ ഈ ഐ ഡി ചാറ്റ് കാര്യങ്ങളൊക്കെ ഞാനും വലിയ